Let's make Hapuka biryani. Biryani. I got crushed chili, pepper, paprika, cumin, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, garlic ginger paste, drizzle of lemon juice, coconut cream, pinch of salt. Let me see what spring little icon, Jupiter and Mars. In other words, hold my hand. In other words, baby, kiss me. ഇതൊരു 10-30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം. ഇത് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട്. നല്ല തിക്ക് ഫ്രിഷ് അല്ലേ? കൊള്ളാം. അപ്പം 1 മണിക്കൂറേക്ക് ഇത് സാധനം പോലെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നല്ല കട്ട് ചെയ്തതിന് ശേഷം കാണിക്കുക. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അരോമാറ്റിക് ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ടുണ്ട് 1/2 മണിക്കൂറേക്ക്. തക്കാളി ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് കുറച്ച് നെയ്യിൽ വറക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. മല്ലിയിലയും നമ്മളെ വോൾ സ്പൈസസ് ഉണ്ട്, കുറച്ച് കറിവേപ്പിലയും ഉണ്ട്. ലെമൺ ജ്യൂസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് മിൽക്ക് ഉണ്ട്, നെയ്യുണ്ട്, മസാലകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഫിഷിന് മുട്ട കിട്ടാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ എനിക്ക് മുട്ട ബിരിയാണിക്ക് മസ്റ്റാണ്. ഏത് ബിരിയാണി ആയാലും. കുറച്ച് പാല്, ഒരു 3-4 സ്പൂണ് പാല് തിളപ്പിച്ചിന്, അതായത് വാം മിൽക്കിലേക്ക് ഞാൻ കുറച്ച് സാഫ്രോൺ ഇട്ടിട്ട് ഒരു കളറിന് അത് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങാം. എൻ്റെ ഫേവറേറ്റ് നെയ്യ് ഇതാണ് കേട്ടോ, RKG. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഉള്ളി പോട്ടെ. ഇത് കാരമലൈസ് ആവാനില്ലേ, നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശമായി. ഇനി നമുക്ക് ഇത് കോരാം. അണ്ടിപ്പരിപ്പ് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് കാഷ്യൂ റോസ്റ്റ് ചെയ്തു. Oops. Let's fry the fish now. Fish
2 മിനിറ്റ് അപ്സൈഡോ. രണ്ട് മിനിറ്റ് നമുക്ക് 2 സൈഡൊന്ന് മുറിച്ചെടുക്കാം. ബാക്കി നമുക്ക് കുറേ പരിപാടികളുണ്ട്. ഫിഷ് നമുക്ക് ഇനി സെറ്റാക്കാം. ഇനി ഓയിൽ നമുക്ക് ഓൾ സ്പൈസസിൻ്റെ ഫ്ലേവർ കൊടുക്കാം. ബേലീഫ് ഇടുന്നുണ്ട്. ടെമ്പറേച്ചർ കൊടുക്കാം. ഒരു കറുവപ്പട്ട, കുറച്ച് ബീഫ്, സ്റ്റാറും, ഏലക്കായി, ഗ്രാമ്പൂ, പെപ്പർകോൺ, കുറച്ച് ജീരകം. ബാക്കി നമുക്ക് റൈസിലിടാം. ഉള്ളി ഉപ്പ്, കറി ലീവ്സ്, നല്ല സ്മെല്ലായിരുന്നത് കേട്ടോ. ഇനി ഇടാൻ പറ്റുക എന്താ അറിയോ, പച്ചമുളക് ഇടാവുന്നു. കുറച്ച് നെയ്യ് റൈസിന്. റൈസിനില്ല മസാല ഇടാം. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. കളറിന് നമുക്ക് കുറച്ച് സാഫ്രോൺ ഇപ്പം കുറച്ചാക്കാം. റൈസ് നമുക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കില്ലേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലോ കുക്കറിൽ ദം ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് സ്ലോ കുക്കറിൽ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ റൈസ് ഒരു 70 to 80% വേവിച്ചിട്ട് ലെയറായിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത്. ബ്രോ കണ്ടറിയാം എന്താവുന്നത്. ഇഞ്ചി പേസ്റ്റ് എടുക്കുക. നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി കുറച്ച് മുന്തി ഒന്നും ഉണ്ടാവട്ടെ, നല്ല രസമല്ലേ.
എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. ക്രഷ്ഡ് ചില്ലി രണ്ടും ആയിക്കോട്ടെ. ഉപ്സ്. കുമിൻ കുമിൻ. പാപ്രിക യൂസ് ചെയ്യുന്നുണ്ട്. മക്കൊരു എരിവെള്ളം വേണം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, കുരുമുളക്. കിടക്ക് ചോറായി. ടൊമാറ്റോ പേസ്റ്റ്, നല്ല വറ്റി നല്ല ഉള്ളി നല്ലതായി വരുമ്പോഴേ പറ്റിക്കാം. നമുക്കിനി ഇടാൻ പറ്റില്ല. ടൊമാറ്റോ ഇട്ട് വെക്കാം. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തില്ലായി മസാലയുടെ. ഇനി കടുവറ 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 കടുവറ. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ല പേസ്റ്റാണ് ബ്രോ. നല്ല മസാല അത് ഇങ്ങനെയല്ലേ നമ്മൾ കാണല്ലേ കല്യാണത്തിനെല്ലാം കിട്ടുന്ന ബിരിയാണി മസാല ഇങ്ങനെ ആയാലേ ഇതിൻ്റെ ഒരു പാങ്ങുണ്ടാവും. ആദ്യമായിട്ടാണ് കുക്കിങ്ങിൽ, പിന്നെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ സംസാരിക്കും ആരെങ്കിലോടും. അപ്പോൾ നോക്കാം, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഭയങ്കര പ്രശ്നം, ഞാൻ വീഡിയോയിൽ ഓഡിയോ ഇടുന്നില്ല എന്ന്. ഇത് ഇട്ടിട്ടാകുമ്പോൾ എല്ലാവരും പറയുമല്ലോ, ഇനി നീ ഓഡിയോ ഇടണ്ട മോനെ, പാട്ടന്നെ ഇട്ടാച്ചെന്ന് പറയും. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ആക്കിയിട്ട് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്തിട്ടാൽ മതി. പ്രാവശ്യം ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതോ നല്ല കൊഴ വരും മസാല. തക്കാളിയെല്ലാം നല്ല വെന്തു. പക്ഷെ നമ്മളിനി ചോറ് ഒരു 90% ഒരു 80% വെന്തവും തോന്നുന്നു. ഞാനിനി കുറച്ച് വെള്ളമൊന്നും കൂട്ടുന്നില്ല, ദം ചെയ്യാനാണ് പരിപാടി. സ്ലോ കുക്കിൽ 2 മണിക്ക്. അപ്പോൾ കുറച്ചിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ചും കൂടി മസാല ഒന്ന് വേവിട്ട് എല്ലാ മസാലേൻ്റെ പൊടികളും എല്ലാത്തും പിടിക്കും. പാരലായിട്ട് ഇനി ക്ലീനിങ് തുടങ്ങാം. ഇത് നടക്കട്ടെ. മസാലേൻ്റെ സിറ്റുവേഷൻ നോക്കാം. ഇനി ഇതൊന്ന് തിക്കാക്കി എടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് നമുക്ക് കുറച്ച് 1 സ്പൂണ് കേട്, കുറച്ച് ഗരം മസാലയും
കുരുമുളകിനും കുറവുണ്ട്. എവിടെ കുരുമുളക്? കുരുമുളക് എവിടെ? കുരുമുളക് യെസ്. കുറച്ച് പേപ്പർ. ഫൈനൽ പരിപാടി കോക്കനട്ട് മിൽക്ക്. ബാക്കി വേറെ പരിപാടി ഉണ്ട്. കറി ലീവ്സ്, മല്ലിയില, ഇത് സെറ്റായി. ഇനി നമ്മൾ മസാല ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ലെയർ ഇട്ടിട്ട് സ്ലോ കുക്ക് ചെയ്യാം. ഇത് വേറൊരു രീതിയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്, കണ്ടറിയാം. സ്ലോയിൽ വെച്ച് 2 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്യാൻ പോകണം. കുറച്ച് നെയ്യ് ആക്കി വെക്കാം. സാഫ്രോൺ, മിൽക്ക്, ഫ്രൈഡ് ഓണിയൻ, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, കുറച്ച് നെയ്യ്. നെക്സ്റ്റ് ലെയർ വീണ്ടും ഞാൻ മസാല ഇടാൻ പോകും. ഇതാക്കി ഫിഷ് പൊട്ടാണ്ട് വെക്കുക. കോക്കനട്ട് മിൽക്ക് ഞാൻ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 മണിക്കൂർ വെക്കുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. ലെയർ റൈസ് ഇടാൻ പോവാണ്. വീണ്ടും നെയ്യ്, സാഫ്രോൺ, ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂസ്, drizzle of coconut milk, coriander leaf, അടപ്പിടാം. ലോക്കാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലോയിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് കണ്ടറിയാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. Smells not bad. യോഗർട്ട് കുക്കുംബർ, കച്ചമ്പർ, 2 തരം പിക്കിളും, മാംഗോ,
whole lemons in here. Mm-hmm. Here each Yeah. method of. Are these Indian ones? Or? Yep, that's an Indian one. Brahmins. That's Green quite good mango. brand. Yep. I'm gonna get that piece of fish. It's biryani, alright? What do you think? It's not bad. I don't know about the carrot and the Kinda salad we usually provide with the biryani. In North Kerala, we had some carrot, thin slice with cucumber and coriander leaf, lemon juice, and some bit of yogurt. Is this the traditional heat? Yeah, I tried like a quite low. That is good. The lemon ones are really lemon. When we add with the cucumber and the we need to give even the appalam. You know pappadam? Paparam? The cracking Papadum. rice. Yep. Papadum, yeah. So that will be go along with the biryani. Yeah, they go good with the yogurt. Overall, it's alright. Eatable. Yeah, definitely. The rice is like good. Good. Soft and- Yeah. I can see that it's already separated. But yeah, it's first time doing with the rice cooker, so I'm not pretty sure. Yeah. Yeah, The I'll- fish is like a little bit dry. Is all. Try to get all the moisture in it, but Not terrible. yeah, No. it's not like a good as we try with the time we know. Okay, the dum is done. Then we open it, then the aroma and the biryani smell all come in. Yeah. It's quite different experience, but we don't have enough space to do it in here. Yeah, I see, yeah. Living in different country is the other way. Hello, pressure cooker. It's not that bad though. Yeah. Sweet. Yeah, I'm gonna try mine now. I don't think he's quite good, bro.